കേരള ടൂർ. ഹലോ നമസ്കാരം. നമ്മളിന്ന് പോകുന്നത് കോഴിക്കോട് ജില്ലയിലെ തുഷാരഗിരി വാട്ടർഫോളിലേക്കാട്ടോ. അപ്പോൾ കോഴിക്കോട് നിന്നാണെന്നുണ്ടെങ്കിൽ 50 കിലോമീറ്ററിൻ്റെ അടുത്തായിട്ട് ഇങ്ങോട്ട് ദൂരം വരുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ പോകുന്ന റൂട്ട് എന്ന് പറഞ്ഞാൽ താമരശ്ശേരി അടിവാര റൂട്ടാട്ടോ. അടിവാരത്തു നിന്ന് തുഷാരഗിരിക്കുള്ള റൂട്ടാണ്. ഇവിടുന്ന് ഒരു 5 കിലോമീറ്ററിൻ്റെ അടുത്തായിട്ട് അങ്ങോട്ടുള്ളൂ കേട്ടോ. അപ്പോൾ മോനൂസ് ഉറങ്ങിയിട്ടുണ്ട്, യാത്ര ചെയ്താണ്ട് ഓനെ ഉറങ്ങിയിട്ടുണ്ട് കേട്ടോ. പിന്നെയെന്ന് പറഞ്ഞാൽ തുഷാരഗിരിക്ക് ബസ് റൂട്ടും ഉണ്ട് കേട്ടോ. KSRTC ബസ് ഉണ്ട് ഇങ്ങോട്ട്. രാവിലെ 7 മണിക്കും പിന്നെ 9 മണിക്കൊക്കെ ആയിട്ട് 2 ബസ്സുണ്ട്. രാവിലെ തന്നെ കോഴിക്കോട് സ്റ്റാൻഡിൽ നിന്ന് 65 റുപ്യ ഏകദേശം ആ റേഞ്ചിൽ വരുന്നുള്ളൂ കേട്ടോ. ഇങ്ങനെ പോകുന്നപ്പോൾ കണ്ടൊരു കാഴ്ചയാണ് അത്. സൈഡിൽ തന്നെ ഒരു വെള്ളച്ചാട്ടം പോലെ. ഇതെല്ലാം കേട്ടോ തുഷാരഗിരി വെള്ളച്ചാട്ടം. അത് കുറച്ചൊന്ന് പോലെ ഇടത്തെ സൈഡിൽ കണ്ടൊരു വെള്ളച്ചാട്ടമാണ്. അപ്പോൾ നിങ്ങളൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. കുറച്ചുകൂടി പോയാൽ മതി തോന്നുന്നുണ്ട്. നമ്മളിപ്പോൾ ഇവിടെ പാലത്തിൻ്റെ അടുത്തായിട്ട് എത്തിയിട്ടുണ്ട്. കുറച്ചും കൂടി ഉള്ളോട്ട് പോകാൻ കുറച്ചുകൂടി ഒന്ന് പോയി നോക്കാം. തുഷാരഗിരി എത്താനായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ തുഷാരഗിരി എത്തിയിട്ട് വെൽക്കം ടു തുഷാരഗിരി എവിടെ എത്തി. അപ്പോൾ നമ്മൾ വണ്ടി ഒന്ന് പാർക്ക് ചെയ്യാം കേട്ടോ. ബൈക്ക് ആദ്യം പാർക്ക് ചെയ്യുക. ഇവിടെ 10 രൂപയാണ് കേട്ടോ ബൈക്കിൻ്റെ ഫീ. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ ഇത് ഗവൺമെൻറ്റിൻ്റെ ഒരു ഇതാണ് കേട്ടോ. ടൂറിസ്റ്റുകൾക്കായിട്ട് ഒരുക്കിയൊരു സ്ഥാപനമാണ്. നമുക്ക് വേണമെങ്കിൽ റെസ്റ്റും കാര്യങ്ങളൊക്കെ എടുക്കുക. പിന്നെ ബാത്റൂം സൗകര്യം, ചാർജത്തേക്കാളുള്ള സൗകര്യം അങ്ങനത്തെ ഒക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ ഇനി നമുക്ക് ഇവിടുന്ന് ബൈക്കിൻ്റെ പാസ് എടുത്തു, ബൈക്ക് നിർത്താനുള്ള പാസ്സൊക്കെ എടുത്ത് ഇനി നമ്മൾ തുഷാരഗിരിക്ക് പോകാൻ കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് കുറച്ച് നടക്കാനുണ്ട്. അപ്പോൾ തുഷാരഗിരി വെള്ളച്ചാട്ടത്തേക്ക് കുറച്ച് നടക്കാനുണ്ട് കേട്ടോ. അപ്പോൾ സൈഡിലൊക്കെ നമുക്ക് കാണാനുള്ള കാഴ്ചകളൊക്കെ ഉണ്ട്. പിന്നെ അതുകൊണ്ട് എനിക്ക് സാലറി പ്രതീക്ഷിക്കാലോ അല്ലേ? എത്ര പേര് മാസക്കൂലി കൊടുക്കുക? ഇവിടെ സൈഡിലൊക്കെ മരം ഉണ്ട്. അതിനൊക്കെ പേര് ഓരോ മരത്തിൻ്റെ പേരുകളൊക്കെ അതിന്മേൽ തന്നെ എഴുതി സെറ്റാക്കിയിട്ടുണ്ട്. നമുക്ക് ഇവിടുന്ന് ടിക്കറ്റ് എടുക്കണം കേട്ടോ. പാസ് എടുക്കണം. അപ്പോൾ ഇവിടുന്ന് നമ്മൾ ആദ്യം പാസ് എടുക്കുകയാണ്. ഇവിടെ 40 രൂപയാണ് കേട്ടോ ഒരാൾക്ക് റേറ്റ് വരുന്നത്. ടിക്കറ്റ് എടുത്തു നമ്മൾ ഉള്ളിൽ കയറാണ് കേട്ടോ. നിറച്ച് ഫാമിലിയും കാര്യങ്ങളും എല്ലാവരും ഉണ്ട്. എല്ലാവരും കുളിക്കുകയാണ്. ഇവിടെ റൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നെ പറഞ്ഞ് പറ്റിച്ചു ഗൈസ്. റൂൾസ് അല്ല കേട്ടോ. അപ്പോൾ നമ്മൾ വാട്ടർഫാൾക്ക് ഇങ്ങനെ പോകുന്നിടത്ത് ഒരു ചെറിയൊരു വാട്ടർഫാൾ ഉണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ ഇവിടെ കുറച്ച് പേര് വെള്ളത്തിലിങ്ങനെ കളിക്കണൊക്കെ ഉണ്ട്. അപ്പോൾ ഇവരോട് ഞങ്ങൾ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് അവർ തമിഴ്നാട്ടിൽ നിന്നാണ് വന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഫാമിലി ഒന്നാകെ വന്നതാണ് അവർ. ശരിക്കും നമ്മൾ ടൂറൊക്കെ പോകുമ്പോൾ ഇങ്ങനെ എൻജോയ് ചെയ്യണം കേട്ടോ. എല്ലാ സ്ഥലത്തും കയറി മാക്സിമം അടിച്ച് മെനക്കന്നെ പോയോണ്ടിരിക്കുകയാണ് വാട്ടർഫോളിൻ്റെ അങ്ങോട്ട്. എല്ലാരും മതി മറന്ന് കുളിക്കുകയാണ് കേട്ടോ. അത് രസല്ലേ? അതിൻ്റെ ഇടയിലൂടെ നല്ല വെള്ളം പോകുന്നുണ്ട് കേട്ടോ. അത് കാണുമ്പോൾ തന്നെ നമുക്കൊന്ന് ഇറങ്ങി ചാടി കുളിക്കാനൊക്കെ തോന്നും. ആൾക്ക് തോന്നുന്നുണ്ട്, പക്ഷേ ഇറങ്ങാൻ പറ്റുന്നില്ല. നമ്മൾ സേഫായിട്ടുള്ള ഏരിയയിലാണെങ്കിൽ വാഹനം ഇറക്കും, അല്ലെങ്കിൽ നമ്മൾ ഇറക്കില്ല. കയറി നമ്മൾ മുകളിലെത്തി. ഇവിടെയാണ് നമ്മളെ സ്വർഗം കിടക്കണ ഗായ്സ്. ഇവിടെയാണ് നമ്മുടെ സ്വർഗം. നോക്കൂ, നിങ്ങൾ തന്നെ കണ്ടറിയൂ. എന്തോ രസമാണ് കേട്ടോ. നല്ല എന്താ പറയുക, സ്വർഗത്തിലേക്ക് വന്നൊരു ഫീലിംഗ് ആണ് കേട്ടോ ഗായ്സ്. ഇത്രക്കും മനോഹരമായ പ്ലേസ്. നോക്കുക
ഞാൻ പറയില്ല, റൂൾസ് അല്ലെങ്കിൽ ഞാൻ നാണം കെടും. ശക്തമായ മഴവെള്ളപ്പാച്ചിലുണ്ടായേക്കാം. അപ്പോൾ ഇവിടെ കുളിക്കാനിറങ്ങിയവർക്കുള്ള നിർദ്ദേശങ്ങളാണ് കേട്ടോ. ഇവിടെ നിർദ്ദേശങ്ങൾ ഓരോ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ പാലത്തിൽ കൂടെ നടക്കാണ്ട് ഗൈസ്. ഇവിടെ എന്ന് പറഞ്ഞാൽ കുറച്ചൊക്കെ ഇങ്ങനെ നമ്മൾ നടക്കാനുണ്ട് കേട്ടോ. കുറച്ചൊക്കെ കയറ്റവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ വേറെ നമ്മൾ അടിച്ചു പിടിക്കാൻ വന്നതല്ലേ, അപ്പോൾ കുറച്ച് നടന്ന് കയറ്റാൻ പ്രശ്നമൊന്നുമില്ലല്ലോ. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അങ്ങോട്ട് ഇറക്കുന്നില്ല കേട്ടോ. വെള്ളച്ചാട്ടത്തിൻ്റെ അവിടേക്ക് ഇവിടെ ഇങ്ങനെ ചുറ്റും കെട്ടി വെച്ചിട്ടാണ്. കാരണം ഇവിടെ ഓരോരുത്തർ വെള്ളത്തിൽ ഒലിച്ച് പോയിട്ട് ഞങ്ങൾ കുറച്ച് ഒരു വർഷം മുമ്പൊക്കെ വന്നപ്പോൾ ഇവിടെയൊക്കെ ഇറങ്ങാനൊക്കെ കഴിഞ്ഞിരുന്നു. അപ്പോൾ അന്നൊന്നും ഇങ്ങനെ കെട്ടി വന്നിട്ടില്ലായിരുന്നു. വീട്ടിലായിരുന്നല്ല, അങ്ങോട്ട് തുറന്ന് വിട്ടിരുന്നു. അപ്പോൾ വെള്ളച്ചാട്ടത്തിൻ്റെ ഫോഴ്സ് കൂടുതലായതുകൊണ്ട് തന്നെ ആരെങ്കിലും ഒരിക്കൽ പെടുമോ എന്നുള്ള പേടി കൊണ്ടാണ് ഇങ്ങനെ കെട്ടി വെച്ചത്. പിന്നെ നമ്മൾ സുരക്ഷയൊക്കെ ഉറപ്പ് വരുത്താൻ വേണ്ടി ഇവിടെ കുറേ വാച്ചർമാരെ കണ്ടിട്ടോ. ഈ വെള്ളച്ചാട്ടം കണ്ടു പറഞ്ഞ കുട്ടോസ് ഇവിടെ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. ഓന് ചാടി കളിക്കുന്നുണ്ട്. ആ എങ്ങനെയുണ്ട് ഇവിടെ വന്നിട്ട്? കുട്ടൂസാ കുട്ടിയോ ഇവിടെ വന്നിട്ട് എങ്ങനെയുണ്ട്? ആ ഹാപ്പിയാണോ? ആ ഹാപ്പിയാണ്. ആ ഓന് ഹാപ്പിയാണ് കേട്ടോ. അവനെല്ലാം എൻജോയ് ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് വെള്ളത്തിൽ ചാടാൻ പോണ്ടേ? എടാ വെള്ളത്തിൽ ചാടാൻ പോണ്ടേ? അപ്പോൾ അനുഭവത്തിൻ്റെ വെള്ളമൊക്കെ കണ്ടിട്ട് ഭയങ്കര എന്തോ ഒരു അത്ഭുതം പോലെയാണ് അവന്. അപ്പോൾ ഓനൊന്ന് വെള്ളത്തിൽ ഇറക്കാനും വേണ്ടി പോവുകയാണ് കേട്ടോ. അപ്പോൾ നിറയ്ക്ക് നോക്കാമല്ലോ. ഇറക്കുന്നതെന്ന് പറഞ്ഞാൽ വെള്ളമൊക്കെ കണ്ടാൽ ഭയങ്കര ഇതാണല്ലോ, ഒരു സന്തോഷം കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ഓനേതായാലും ഇറക്കിയിട്ടുണ്ട്. ഇങ്ങനെ വെള്ളത്തിൽ നിന്ന് അടിയിൽ എന്തൊക്കെ ഇങ്ങനെ പുറത്ത് ഇങ്ങനെ കഴിക്കുകയാണ് കേട്ടോ. അപ്പം നമ്മളങ്ങോട്ട് പോയപ്പോൾ ഉള്ള ഫാമിലി ഇപ്പോഴും പോയിട്ടില്ല കേട്ടോ. ഒരു മാക്സിമം എൻജോയ് ചെയ്യുന്നത്. നമ്മളൊക്കെ ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കയറി പോകേണ്ട സമയം കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ നമ്മൾ കുട്ടികൾക്കിനെ അധികമൊന്നും വെള്ളത്തിൽ ഇറക്കുന്നില്ല. പെട്ടെന്ന് നമ്മൾ കയറാണ്. അങ്ങനെ നമ്മൾ കയറി അപ്പോഴാണ് നമ്മൾ നാട്ടിൽ നിന്ന് തന്നെ ചേളാരിയുള്ള ഒരു ഫാമിലിനെ കണ്ടത് കേട്ടോ. അപ്പോൾ അവർ 3 ദിവസമായിട്ട് ഫുള്ള് കറക്കത്തിലാണെന്ന് പറഞ്ഞത്. അപ്പോൾ അവരോട് നമുക്ക് ഇവിടെ വന്നിട്ടുള്ള കുട്ടികളൊക്കെ ആയിട്ട് വരുമ്പോൾ അല്ലേ തേനിപ്പല അവിടുന്നൊക്കെ വരുന്നത് കേട്ടോ. അപ്പോൾ ദൂരെ പിന്നെ വേറെ ടീമുണ്ടായിരുന്നു തമിഴ്നാട്ടിൽ നിന്ന് വന്നവർ. അവരൊക്കെ ഇപ്പോൾ പോയി. സ്ഥലമാണ് മോനെ ഇറങ്ങാൻ പറ്റാത്ത വിഷമാണ്. ഇറങ്ങണോ? വെള്ളത്തിൽ ഇറങ്ങണോ? സോക്സ് മാത്രമേ നമ്മൾ കയറാൻ നേരത്തൊരു മഴ വന്നു. അപ്പോൾ അതിൽ നമ്മളിങ്ങനെ കളിച്ചിട്ടുണ്ട്. അപ്പോൾ മറ്റേ ടീമിൻ്റെ കുട്ടികൾക്ക് പറഞ്ഞാൽ വെള്ളത്തിൽ ഇങ്ങനെ കളിക്കേണ്ടത്. മറ്റേ വെള്ളത്തിൽ ഇങ്ങനെ ചാടി വിമർക്കണം അതിനുള്ള ഒരുക്കത്തിലാണ്. പക്ഷേ പാവപ്പ് ചെയ്യാണ് കേട്ടോ അവർ. അതുപോലെ നമുക്ക് നമ്മളിവിടെ അടുത്തുള്ള വരപ്പാറ ഒന്ന് പോവാണ് കേട്ടോ. അപ്പോൾ വരപ്പാറ പോയ വീഡിയോ നമുക്ക് അടുത്തതിൽ കാണാം. അപ്പോൾ